Selfish, I want you all to myself, and you should know there's nothing better than the cards that you've dealt. I'm all in for you. You're all mine, I'm yours too. Petty, petty, always saying my name in vain. I'll be damned to let another lover get in my way. Did you hear what I said? You're all mine, don't pretend it's not reciprocated, cause I anticipated. You hang on every word I say, no two ways about it. You're obsessed, you're in love, you're distressed when I'm gone, cause you're selfish. You're so selfish. I make you so selfish. I know you can't help it. You're so selfish. You make me so selfish, baby. Oh, I'm so selfish, darling. For you. Selfish, I want you all to myself, and you should know there's nothing better than the cards that you've dealt. I'm all in for you. You're all mine, I'm yours too. Petty, petty, always saying my name in vain. I'll be damned to let another lover get in my way. Did you hear what I said? You're all mine, don't pretend it's not reciprocated, cause ആദ്യമായി തന്നെ ഇങ്ങനൊരു സുവർണ അവസരം യൂസിയൻസിനായി ഒരുക്കി തന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സെക്കൻഡ് PG റെപ്പായ ജോസഫ് ജോണിനെ സ്വാഗതം എന്നതിലുപരി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാറുന്ന മലയാള സിനിമയുടെ മുഖമായി ആദ്യം പറഞ്ഞു കേട്ട പേര്, വഴിത്തിരിവായ ഒരു പിടി ചിത്രങ്ങൾ നിറസാന്നിധ്യം, മഹേഷിന്റെ പ്രതികാരം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, കുമ്പളങ്ങി നൈറ്റ്സ്, ജോർജി, ഇയോബിന്റെ പുസ്തകം തുടങ്ങി ചിത്രങ്ങൾ, നിരവധി ചിത്രങ്ങളിൽ വിവിധ കഥാപാത്രങ്ങളുടെ മനസ്സുകൾ കീഴടക്കിയ the incredible talent, the remarkable actor, introducing the one and only നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ. രോമാഞ്ചം സിനിമയിലൂടെ കേരളക്കരയെ അങ്ങ് മലബാറിൽ നിന്ന് മലയാളികൾക്കായി മണവാളന്റെ കൊട്ടുരാജ, മലർക്കൊടിയെ, ഓലമ എന്നീ ഹിറ്റുകൾ സമ്മാനിച്ച് റാപ്പ് സോങ്ങുകളിലൂടെ ജനമനസ്സുകളിൽ കീഴടക്കിയ നമ്മുടെ മലബാറിന്റെ മാണിക്യക്കല്ല് മുഹമ്മദ് ഫാസിൽ മലയാളികളുടെ സ്വന്തം ടാക്സിയെ ഇനി മറ്റൊരു അതിഥി കൂടി ഞാൻ ക്ഷണിക്കുന്നത്, നിങ്ങൾക്കെല്ലാം അമ്പിളി എന്ന ഫിലിമിലൂടെ സുപരിചിതമായ മറ്റാരുമല്ല മിസ്റ്റർ നവീനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നവീൻ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. Everybody put your hands together.
ഹായ് യൂസി. ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു എടാ മോനെ, ഷമ്മിയൊക്കെ പഴയതായില്ലേ എടാ മോനെ. എനിവേസ് ദീർഘിക്കുന്നില്ല. ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ. ഞങ്ങളുടെ ആവേശം അങ്ങോട്ട് പകരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഒരുപാട് ഇന്ററാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് സെൻഡ് എ മൈക്ക് അറൗണ്ട്. അവർക്ക് എന്നോട് ചോദിക്കാനുണ്ട്. താങ്ക് യു. നമ്മുടെ രോമാഞ്ചത്തിൻ്റെ പ്രൊമോഷനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും നിങ്ങൾ തന്നൊരു ഓളമുണ്ട്. ആ ഓളം പിടിച്ചാണ് ഞങ്ങൾ പിന്നോട്ട് പോയത്, ബാക്കി പ്രൊമോഷൻസ് എല്ലാം പോയത്. അപ്പോൾ ഇതിനും അതിലൊട്ടും കുറയാത്തൊരു ഓളം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ നിരാശരാക്കില്ലെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. എൻ്റെ സെക്കൻഡ് ടൈമാണ് ജിത്ത് പറഞ്ഞ പോലെ രോമാഞ്ചത്തിന് ഇവിടെ വന്നൊരു പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഒരു പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ട്. അപ്പം ആക്സിന് കൊണ്ടുവന്നുണ്ട്. സോ താങ്ക് യു. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചോളും. സുഖല്ലേ? കൂടുതലൊന്നും പറയാനുള്ള ഒരു പാട്ടൊക്കെ കിട്ടി. സുഷിൻ ഭായി വിളിച്ചു, അതുപോലെ കറ്റസ്റ്റുള്ളൊരു എല്ലാവർക്കും അറിയാതെ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും പാടൊക്കെ പോയി കാണൂല പെരുന്നാക്ക്. ഒരു അടിപൊളി പാട്ട്, ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് പൊളിക്കണ്ട. താങ്ക് യു. എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു. പാട്ട് പാടാൻ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ give me some time, bro. നമസ്കാരം. ഞാനും ഇതുപോലെ രണ്ടാമത്തോണ്ട് വരുന്നത് രോമാഞ്ചത്തിൽ വന്നിട്ടായിരുന്നു. എൻ്റെ വീട് ഇവിടെയാണ്, യൂസി കോളേജിൻ്റെ അടുത്താണ് വെല്ലുവിളി. അപ്പോൾ പടം ഏപ്രിൽ 11-നാണ് റിലീസ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മൾ പ്രമോഷനുമായിട്ട് വന്നാൽ. താങ്ക് യു.